വെൽക്കം ടു ഇലക്ട്രിക്കൽ നെറ്റ്യൂസ് ഓൺ. ഇപ്പോൾ എല്ലാവരുടെയും സബ് എഞ്ചിനീയർ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കുറെ പേര് എന്താ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, കുറെ പേര് അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതില് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾ കുറെ പേര് ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവും സിലബസ് കിട്ടാനും അതേപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനൊക്കെ നിങ്ങൾ കുറെ പേര് ഗൂഗിൾ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. Okay. അപ്പൊ അതൊക്കെ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ല. ഓക്കെ, സിലബസ് നമുക്ക് എന്താ പറയണ്ടേ, നെറ്റിൽ എവിടെ അവൈലബിൾ അല്ല. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന് എന്ത് ചെയ്യാം, നമുക്ക് സിലബസിലേക്ക് എത്തിച്ചേരാം. ഓക്കെ, അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ, ഒരു 15 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഓക്കെ, അതിൽ ഏതാണ് കൂടുതൽ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നല്ല നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതുകൂടാണ്ട് നമ്മളെ സബ് എഞ്ചിനീയറിന് ഒരു ബ്ലൂ പ്രിന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറ്റിയിട്ട് ഓരോ മൊഡ്യൂളിനും എന്ത് ചെയ്യാം, വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എനിവേ നമുക്ക് എന്ത് ചെയ്താൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അപ്പൊ ഇതിൽ എന്താ സെൽസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ അതായത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മാത്സിലാണ് സെൽസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ അതില് വന്നിട്ടുണ്ട്. അതേപോലെ ബേസിക് ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ നെറ്റ്വർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ മെഷീൻസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ എ സി ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ. അതേപോലെ പവർ ഇലക്ട്രോണിക്സ് മെഷീൻസ് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ പവർ സിസ്റ്റത്തിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഷീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ അതേപോലെ നമുക്കിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളെ ഒരു സബ് എഞ്ചിനീയർ സിലബസിൽ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയാസ് എന്നുള്ള അതേപോലെ തന്നെ ആ ഒരു സിലബസ് തന്നെയാണ് അവരവിടെ ഫോളോ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് തന്നെയാണ് അവർ കഴിഞ്ഞ ആഴ്ചത്തെ സിലബസിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നേക്കുന്നത്. Okay. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് എത്ര അഡ്വൈസ് പോയെന്നും അതേപോലെ എത്ര എന്താ പറയുക എത്രയായിരുന്നു കട്ട് ഓഫ് എന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരെന്ത് അത് നോക്കുക, അതിൽ കയറി പോവാം, നോക്കാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ സർക്യൂട്ട്സ് ഉണ്ട്, അതേപോലെ എ സി ഫണ്ടമെന്റൽ ഉണ്ട്, ബേസിക് ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാത്സ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ സിസ്റ്റം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മെഷീൻസ് എല്ലാ മെഷീൻസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ പവർ ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട്, അനലോഗ് ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട് അല്ലെ. മെഷീൻസ് തന്നെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ട് കാണുന്നത് അല്ലെ. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെ ഡിജിറ്റലിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അനലോഗ് ഇലക്ട്രോണിക്സ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. അതെല്ലാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ എന്താ ഷെയർ ചെയ്യാം. ഓക്കെ, താഴെ ലിങ്ക് കൊടുത്തിട്ട് അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുകൂടാണ്ട് ഇതിന്റെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. 100 ക്വസ്റ്റ്യൻസും ടെക്നിക്കലായിട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് 203/2014 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പൊ അതിന്റെ കീ ആണ് ഇവിടെ ഉള്ളത്, 203/2014 ഫൈനൽ ആൻസർ കീ ആണ്. ഓക്കെ, ഡേറ്റ് ഓഫ് ടെസ്റ്റ് 29/11/2014. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കുറെ എക്സ് കാണാം. എന്താ, കുറെ ക്വസ്റ്റ്യൻസ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊക്കെ എന്താ, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് തന്നെയാണ് നോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 203/2014 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അതിന്റെ ആൻസർ. അപ്പം ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സിലബസുമായിട്ട് നമുക്ക് ഇനിയിപ്പം ഈ ഒരു സിലബസ് നമുക്ക് നോക്കി, ഇത് ഓവർസ ഗ്രേഡ് 1ന്റെ ഒരു സിലബസ് ആണ്. അപ്പൊ ഇനി ഈ ഒരു സിലബസിനായിരിക്കും അവർ കൃത്യമായിട്ട് ഇനിയിപ്പം ഫോളോ ചെയ്യുന്നുണ്ടാവാം. അപ്പൊ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, അതേപോലെ മെഷീൻസ് വന്നിട്ടുണ്ട്, അതേപോലെ പവർ സിസ്റ്റം വന്നിട്ടുണ്ട്, അതുപോലെ മെഷർമെന്റ്സ് ആൻഡ് എസ്റ്റിമേഷൻ മെത്തഡ് വന്നിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്പാമ്പ് വന്നിട്ടുണ്ട്, അതേപോലെ എന്താ ഇലക്ട്രോണിക്സ് മൈക്രോ കൺട്രോളർ. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു സിലബസിന്റെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഇനി പ്രിപ്പയർ ചെയ്യുന്നവരെന്താ, സബ് എഞ്ചിനീയറിന് അപ്ലൈ ചെയ്യാത്ത കുറെ പേരുണ്ടാവും. അപ്പൊ അവരെന്താ ഈ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. ഒരു 90% സിലബസ് ഉണ്ട്, സെയിം തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൽ ചിലപ്പോഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില
ചേഞ്ചസ് വരുത്താന്നല്ലാണ്ട് കോർ എന്ന് ഇതേപോലെ തന്നെ എനിക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, സബ് എഞ്ചിനായി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിനു വേണ്ടി കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ലോണം മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ സബ് എഞ്ചിന് അപ്ലൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ത് അപ്ലൈ ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുക്കുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ, അപ്പോ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.